അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായം, അതിൽ 49-ാമത്തെ ശ്ലോകം മുതൽ 58 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നത്. ഇത്യാകർണ്യ തദാ പ്രാഹ കുന്ദീം കമലലോചനാം സുതമുൽപാദയാശുത്വം മുനിം ഗത്വാ തപോന്വിതം. മമാജ്ഞയാ ന ദോഷസ്തേ പുരാ രാജ്ഞാ മഹാത്മനാ വസിഷ്ഠാജനിതപുത്ര സൗദാസേനേതി മേ ശ്രുതം. തം കുന്ദീവചനം പ്രാഹ മമ മന്ത്രോസ്തി കാമദാ ദത്തോ ദുർവാസസാ പൂർവം സിദ്ധിദാ സർവദാ പ്രഭോ. നിമന്ത്രയേഹം യം ദേവം മന്ത്രേണാനേന പാർത്ഥിവ ആഗച്ഛേൽ സർവധാസൗ വൈ മമ പാർശ്വം നിമന്ത്രിത. ഭർതൃവാക്യേന സാ തത്ര സ്മൃതം ധർമ്മം സുരോത്തമം സംഗമ്യ സുഷുവേ പുത്രം പ്രഥമം ച യുധിഷ്ഠിരം. വായോർവൃകോദരം പുത്രം ജിഷ്ണും ചൈവ ശതക്രതോ വർഷേ വർഷേ ത്രയപുത്ര കുന്ദ്യാ ജാത മഹാബലാ. മാദ്രീ പ്രാഹ
പതിം പാണ്ഡും പുത്രം മേ കുരു സത്തമാ കിം കരോമി മഹാരാജ ദുഃഖം നാശയ മേ പ്രഭോ പ്രാർത്ഥിതാ പതിനാ കുന്തി ദദൗ മന്ത്രം ദയാന്വിത ഏകപുത്രപ്രബന്ധേന മാദ്രി പതിമതേ സ്ഥിതാ സ്മൃത്വാ തദാശ്വിനൗ ദേവൗ മദ്രരാജസുതാസുതൗ നകുല സഹദേവശ്ച സുഷുവേ വരവർണിനി ഏവം തേ പാണ്ഡവാ പഞ്ചക്ഷേത്രോത്പന്നാസുരാത്മജാ വർഷാന്തരേ ജാത വനേ തസ്മിൻ ദ്വിജോത്തമാ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ഇന്ന് അതിൻ്റെ ദ്വിതീയ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 49 മുതൽ 58 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമ ഭാഷാഗാനമായി പാടി ഇവിടെ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇതു കേട്ട പാണ്ഡു കുന്തിയോടായി ചൊല്ലി തപസ്വിയാം മുനിയെ പ്രാപിച്ചു നീയും അമ്മയാകേണം. എന്റെ സമ്മതമുണ്ടല്ലോ, അതിനാലെ ദോഷമില്ല എന്നറിയൂ മമ പ്രിയേ, സംശയം വേണ്ട. പണ്ടൊരിക്കൽ സൗദാസനാം രാജാവിനു വസിഷ്ഠനിൽ നിന്നാണു പുത്രഭാഗ്യത്തെ നേടാനായതും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കുന്തി ചൊല്ലി ഇഷ്ടസിദ്ധി നൽകുമൊരു മന്ത്രമുണ്ട്, ദുർവാസസ്സു നൽകി പണ്ടു ഫലപ്രദം താൻ. ഈ മന്ത്രത്താൽ ഞാൻ വിളിക്കും ദേവന്മാരോ ആ നിമിഷം ഇവളുടെ മുന്നിലെത്തും, സംശയം വേണ്ട. ഭർത്താവിൻ്റെ അനുജ്ഞയാൽ ധർമ്മനെ സ്മരിച്ചു കുന്തി, ധർമ്മദേവപുത്രൻ യുധിഷ്ഠിരനുണ്ടായി. വായുവിൽ നിന്നുണ്ടായല്ലോ ഭീമസേനനതുപോലെ, ഇന്ദ്രപുത്രനായി സാക്ഷാൽ പാർത്ഥനുണ്ടായി. ഈ വിധത്തിൽ ഓരോ വർഷം ഓരോ പുത്രനെന്നിങ്ങനെ കുന്തി ജന്മം നൽകി 3 ബലവാന്മാരെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
മാതൃഭർത്താവിനോടോതി എനിക്കും പുത്രനുണ്ടാവാൻ എന്തു ചെയ്യും മമ ദുഃഖം തീർക്കണേ നാഥ. ഭർത്താവിൻ്റെ അപേക്ഷയാൽ കുന്തി മന്ത്രം മാതൃക്കേകി പുത്രനെ കാക്ഷിച്ചു മാതൃ മന്ത്രം ജപിച്ചു. അശ്വനി ദേവന്മാരെ പ്രാർത്ഥിച്ച മാതൃ വൈകിടാതെ ജന്മം നൽകി നകുലനും സഹദേവനും. ഈ വിധത്തിൽ ഓരോ വർഷം വനത്തിലായുണ്ടായല്ലോ ക്ഷേത്രജരാമഞ്ജു പുത്രർ പാണ്ഡവന്മാരായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ ചേരട്ടെ എൻ ജന്മവും. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 133 ദിവസം. രണ്ടാമത്തെ സ്കന്ധത്തിൽ 6 അധ്യായത്തിൽ 49 മുതൽ 58 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പ്രഭാഷണമാണ് നമ്മളിന്ന് നടത്തുന്നത്. ഇന്നലെ 48 ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് പുത്രന്മാർ എന്ന് പറഞ്ഞു. അംശജൻ, പുത്രികാപുത്രൻ, ക്ഷേത്രജൻ, ഗോളകൻ, കുണ്ടൻ, സഹോഢൻ, കാനീനൻ, ക്രീതൻ. അതേപോലെ തന്നെ ആ കാട്ടിലേക്ക് പോയ ആള് ദത്തൻ, ദത്ത, കേനാഭിചാശക്തൗ, ധനഗ്രാഹി, സുതാസ്മൃത. ഇവരൊക്കെ തന്നെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഇത്യാകർണ്യ തഥാ പ്രാഹ കുന്തിം കമലലോചനാം സുതമുത്പാദയാശു ത്വം മുനിം ഗത്വാ തപോന്വിതം. അപ്പോ ഭർത്താവ് അശക്തനായ ഒരവസ്ഥയിൽ
പുത്രൻ ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് ധർമ്മപത്നിക്ക് അർഹനായ അന്യനിൽ നിന്നുണ്ടാകുന്ന പുത്രൻ, അതാണ് ക്ഷേത്രജൻ എന്നുള്ളതിലൂടെ പറഞ്ഞത്. ഇത് കേട്ടിട്ട് പാണ്ഡു തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ കുന്തിയോട് പറഞ്ഞു, തപോധനനായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു മഹർഷിയെ പ്രാപിച്ച് നീ സന്താനത്തെ ജനിപ്പിക്കൂ. അപ്പോ മമാജ്ഞയാന്ന ദോഷസ്ഥെ, എൻ്റെ സമ്മതത്തോടുകൂടി എൻ്റെ ആജ്ഞയോടുകൂടിയാണ് എന്നുള്ളത് കൊണ്ട് പരസ്ത്രീ പരപുരുഷ ബന്ധം എന്നുള്ളതിൻ്റെ ഒരു ദോഷം നിനക്കുണ്ടാവില്ല. പണ്ട് ഇതേപോലെ സൗദാസൻ എന്ന രാജാവ്, പുരാ രാജ്ഞാ മഹാത്മന സൗദാസഹ, പണ്ട് മഹാത്മാവായ സൗദാസൻ എന്ന മഹാരാജാവിന് വസിഷ്ഠനിൽ നിന്ന് പുത്രനെ നേടിയെടുക്കാൻ സാധിച്ചു. മതേന്തി എന്ന തൻ്റെ ഭാര്യയിൽ വസിഷ്ഠൻ പുത്രോത്പാദനം ചെയ്തു. അങ്ങനെ ഉണ്ടായ പുത്രനാണ് അശ്മകൻ എന്നുള്ളതൊക്കെ ഭാഗവതത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, നവമസ്കന്ധത്തിൽ. അപ്പം ഇവിടെ പറയണു, വസിഷ്ഠനിൽ നിന്ന് പുത്രനെ നേടിയതായി മേ ശ്രുതം, ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ നീയും ഒരു ശ്രേഷ്ഠനായ ഒരു മഹർഷിയെ പ്രാപിച്ച് സന്താനോത്പാദനം നടത്തൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴോ തം കുന്തി വചനം പ്രാഹ മമ മന്ത്രോസ്തി കാമദ, എനിക്ക് കാമദമായിരിക്കുന്ന ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു മന്ത്രം എൻ്റെ കയ്യിലുണ്ട്. തം കുന്തി വചനം പ്രാഹ, കുന്തി അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു, എന്താ, എനിക്കും ഇഷ്ടസിദ്ധിയുള്ളൊരു മന്ത്രമുണ്ട് എൻ്റെ കയ്യിൽ. ദത്തോ ദുർവാസസ പൂർവം, പണ്ട് വളരെ കാലം മുമ്പ് ദുർവാസസ എനിക്ക് ഉപദേശിച്ചു തന്നതാണ്. സിദ്ധിദ സർവദാ പ്രഭോ, അത് എല്ലായ്പ്പോഴും ഫലപ്രദമാണ്, നമുക്ക് ആഗ്രഹ സാക്ഷാത്കാരത്തിന് കാരണമാണ് എന്ന് പറഞ്ഞു. നിമന്ത്രയേഹം യം ദേവം മന്ത്രേണാനേന പാർത്ഥിവ ആഗച്ഛേൽ സർവധാസൗ വൈ മമ പാർശ്വം നിമന്ത്രിത. രാജാവേ, ഹേ പാർത്ഥിവ, ഈ മന്ത്രം കൊണ്ട് ഞാൻ ഏത് ദേവനെയാണോ വിളിക്കുന്നത്, നിമന്ത്രയേഹം, ഞാൻ ആരെയാണോ വിളിക്കുന്നത്, ആ ദേവൻ ആഗച്ഛേൽ, എൻ്റെ മുമ്പിൽ വരും. ഏത് തരത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നു ചേരും. മമ പാർശ്വം നിമന്ത്രിത, എൻ്റെ അടുത്തേക്ക് വരും. ഭർതൃവാക്യേന സാ തത്ര സ്മൃതം ധർമ്മം സുരോത്തമം. ഭർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് ആ കുന്തി ദേവി തത്ര, അപ്പോ ആരെ സ്മരിച്ചു? ധർമ്മം സുരോത്തമം, ദേവശ്രേഷ്ഠനായിരിക്കുന്ന ധർമ്മരാജാവിനെ, യമധർമ്മനെ അവിടെ സ്മരിച്ചു. സംഗമ്യ സുഷുവേ പുത്രം പ്രഥമം ച യുധിഷ്ഠിരം, അദ്ദേഹവുമായി ചേർന്ന് ആ ദേവന്റെ അനുഗ്രഹത്താൽ കുന്തിക്ക് ഒരു പുത്രനുണ്ടായി ആദ്യമായി. ആ പുത്രന്റെ പേര് പ്രഥമം ച യുധിഷ്ഠിരം, യുധിഷ്ഠിരൻ എന്ന പുത്രനുണ്ടായി. വായോർ വൃക്കോദരം പുത്രം, വായുവിൽ നിന്ന്, വായുപുത്രൻ എന്ന് പറയുന്ന ആരെ? വൃക്കോദരൻ, മൃഗത്തെ പോലെ ഉദരത്തോടു കൂടിയവൻ, ചെന്നായയെ പോലെ നല്ല ഒതുങ്ങിയ ആ വയറോട് കൂടിയവൻ. നമ്മൾ വൃക്കോദരൻ എന്ന് പറയുമ്പോൾ സാധാരണയൊക്കെ വിചാരിക്കുക എന്താ, ഭയങ്കര തടിച്ച ആ വയറുള്ള ആളെന്നാണ്. അങ്ങനെയല്ല, ചെന്നായിയെ പോലെ നല്ല ഒതുങ്ങിയ വയറുള്ള ആള്, അതാണ് വൃക്കോദരൻ എന്ന് വെച്ചാൽ ഭീമസേനൻ. വായുദേവനിൽ നിന്ന് ഭീമസേനനും, ജിഷ്ണും ചൈവ ശതക്രതോഹോ, ദേവേന്ദ്രനിൽ നിന്ന്, ശതക്രതുവിൽ നിന്ന് ആരുണ്ടായി? ജിഷ്ണു, ആ അർജുനനും ഉണ്ടായി, അർജുനനെയും നേടി. വർഷേ വർഷേ ത്രയപുത്ര കുന്ത്യാജാത മഹാബല, അങ്ങനെ ഓരോ വർഷവും ഓരോരുത്തർ എന്നുള്ള രീതിയിൽ, വർഷേ വർഷേ ത്രയഃ, ഓരോ വർഷവും ഓരോരുത്തർ എന്നുള്ള രീതിയിൽ കുന്തി മഹാബലവാന്മാരായ ത്രയപുത്ര മഹാബല, 3 ബലിഷ്ഠന്മാരായ ബലവാന്മാരായ 3 പുത്രന്മാരെ ജനിപ്പിച്ചു കുന്തിദേവി എന്ന് പറയുന്നു. ധർമ്മദേവനിൽ നിന്ന് യുധിഷ്ഠിരൻ, ധർമ്മപുത്രർ, അതേപോലെ വായുവിൽ നിന്ന് ഭീമസേൻ, വായുപുത്രൻ, പിന്നെ ദേവേന്ദ്രനിൽ നിന്ന് അർജുനൻ, ഇന്ദ്രപുത്രൻ. ഇങ്ങനെ 3 പുത്രന്മാര് ഉണ്ടായി. മാദ്രീ പ്രാഹ പതിം പാണ്ഡും പുത്രം മേ കുരു സത്തമ, മാദ്രിയും ഭർത്താവായ പാണ്ഡുവിനോട് പറഞ്ഞു, എനിക്കും പുത്രനുണ്ടാവാൻ മോഹമുണ്ട്, സന്താനലാഭം ഉണ്ടാവണം
കിം കരോമി മഹാരാജ, ഞാൻ എന്താണ് ചെയ്യുക? ദുഃഖം നാശയ മേ പ്രഭോ, എൻ്റെ ദുഃഖത്തെ നശിപ്പിക്കൂ, എൻ്റെ ദുഃഖത്തെ ഇല്ലാതെയാക്കൂ. ഞാൻ എന്തു ചെയ്യണം? ഒരു പുത്രനുണ്ടാവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് പറയൂ എന്ന് മാദ്രി പാണ്ഡുവിനോട് പറഞ്ഞു. പ്രാർത്ഥിതാപതിനാ കുന്തി, ആ ഭർത്താവ് പാണ്ഡു ഭർത്താവ് അപേക്ഷിച്ചതനുസരിച്ച് പ്രാർത്ഥിച്ചതനുസരിച്ച് കുന്തി ദദൗ മന്ത്രം ദയാന്വിത, വളരെ ദയാലുവായ കുന്തി തനിക്കറിയാവുന്ന ദുർവാസസ് ഉപദേശിച്ച ആ മന്ത്രത്തെ തൻ്റെ സപത്നിയായ മാദ്രിക്കും ഉപദേശിച്ചു കൊടുത്തു. ഏകപുത്ര പ്രബന്ധേന മാദ്രി പതിമതേ സ്ഥിത, അങ്ങനെ ഭർത്താവിൻ്റെ ആഗ്രഹം പോലെ ഒരു പുത്രനെ ആഗ്രഹിച്ചും കൊണ്ട് മാദ്രിയും അവിടെ കഴിയുന്നു. സ്മൃത്വ തദാശ്വിനോദേവോ മദ്രരാജസുതാസുതൗ, അങ്ങനെ മദ്രരാജാവിൻ്റെ പുത്രിയായിരിക്കുന്ന മാദ്രി അശ്വിനി ദേവന്മാരെ സ്മരിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? നകുല സഹദേവശ്ച സുഷുവേ വരവർണിനി, ആ സുന്ദരി 2 പുത്രന്മാർക്ക് ജന്മം കൊടുത്തു, നകുലനും സഹദേവനും. അപ്പോൾ അവിടെ അശ്വിനി ദേവന്മാർ 2 പേര്, അവരുടെ ആ അശ്വിനി ദേവന്മാരെ പോലെ 2 പുത്രന്മാര് മാദ്രിക്കുണ്ടായി. ആദ്യത്തെ ആള് നകുലൻ, അടുത്തത് സഹദേവൻ. ഏവം തേ പാണ്ഡവ പഞ്ച ക്ഷേത്രോൽപ്പന്ന സുരാത്മജ വർഷേ വർഷാന്തരേ ജാത വനേ തസ്മിൻ ദ്വിജോത്തമ. ഹേ ബ്രാഹ്മണരെ, സജ്ജനങ്ങളെ, ശൗനകാദി ഋഷീശ്വരന്മാരെ, സുതം പറയുകയാണ്, ഇങ്ങനെ വർഷാന്തരേ ജാത, ഓരോ വർഷങ്ങളിലായി ആ വനത്തിൽ വെച്ച് ജനിച്ചു. ആര്? ദേവപുത്രന്മാരായ സുരാത്മജാഹ, ക്ഷേത്രോൽപ്പന്ന, ക്ഷേത്രജന്മാരെന്നാണ് പറയുക അല്ലേ. ഭർത്താവ് അശക്തനായതുകൊണ്ട് പുത്രനില്ലാതെ വരുമ്പോൾ ധർമ്മപത്നിക്ക് അർഹനായ അന്നിൽ നിന്നുണ്ടാകുന്ന പുത്രൻ അവിടെ ക്ഷേത്രജൻ. അപ്പോൾ അവിടെ ക്ഷേത്രജന്മാരായി ദേവപുത്രന്മാരായി 5 പേരുണ്ടായി. അവരാണ് പാണ്ഡവാഹ, പാണ്ഡവന്മാർ എന്ന് പറയുന്ന 58-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 59-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അനുസ്മരിക്കാം. അപ്പോഴാണ് പാണ്ഡുവിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു.
ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.